ഹായ് എവ്രിവൺ. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ. ദാനമായി കിട്ടിയ ഈ മക്കൾക്ക് നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ? ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. കളിപ്പാട്ടങ്ങളോ ചോക്ലേറ്റ്സോ വീടോ കാറോ സ്വത്തോ ഒന്നുമല്ല, നമ്മളുടെ സമയമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നൽകേണ്ടത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ പിതാവിന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പിതാവ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. പിതാവ് ഒരു അപ്പനെയും മക്കളെയും പരിചയപ്പെടാനിടയായി. ആ അപ്പന് 3 മക്കൾ, 22, 20, 18 വയസ്സോളം ഉള്ള മക്കൾ. എപ്പോഴും ആ മക്കൾ പിതാവിന്റെ കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇന്നത്തെ ഈ ഹൈടെക് ലോകത്തിൽ ഏത് മക്കളാണ് പിതാവിന്റെയും മാതാവിന്റെയും കൂടെയുള്ളത്? അവർക്ക് അവരുടെ ഫ്രണ്ട്സാണ് ലോകം. നമ്മൾ എടാ മോനെ ഒന്നും കൂടെ വന്നേടാ എന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന മക്കൾ. എങ്ങനെയാണ് ആ മക്കൾ ഇന്ന് ആ പിതാവിന്റെ കൂടെ നിൽക്കുന്നത്, ആ അപ്പന്റെ കൂടെ നിൽക്കുന്നത്? ആ അപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചെറുപ്പം മുതൽക്ക് തന്നെ ആ അപ്പനും അമ്മയും ആ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അവർ വലുതായപ്പോൾ ആ സമയം അവർ മാതാപിതാക്കന്മാർക്ക് തിരിച്ചു നൽകുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ? അവർ കളിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ കൂടെ പോവാറുണ്ടോ? അവർക്ക് വേണ്ടി ഫുട്ബോളോ ക്രിക്കറ്റോ എന്തെങ്കിലും നമ്മൾ അവരുടെ കൂടെ പോയി കളിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കിച്ചണിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ അവരെ വിളിക്കാറുണ്ടോ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെ കൂട്ടാറുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ആ കാര്യം ചെയ്തിട്ട് വേണം അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ. നമുക്ക് സമയമില്ല. എന്തെങ്കിലും ഒരു സമയം കുറച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യും. അല്ലാതെ മക്കളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ബോറ് പരിപാടി. ആർക്കും അതിനുള്ളൊരു ക്ഷമയില്ല, അല്ലേ? ആർക്കും അല്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. ആ പ്രസംഗത്തിലൂടെ, ആ അനുഭവത്തിലൂടെ പിതാവ് അത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്താമെന്ന് എനിക്കും തോന്നി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ നല്ലൊരു അപ്പനും അമ്മയുമായി ജീവിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ മക്കളും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നുപോയി, നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നൊരു പരാതി നമുക്ക് പിന്നീട് ഉണ്ടാവുകയില്ല. അപ്പോൾ എങ്ങനെയാ നിങ്ങളും നമ്മളും നമുക്ക് മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. എല്ലാ കുടുംബങ്ങളും സന്തോഷമായിരിക്കട്ടെ. നന്ദി.